വിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലയേർഡ് ലെയർ അല്ലെങ്കിൽ ഫ്രിൽ കുർത്തി എന്നൊക്കെ പറയില്ലേ, ഞാനൊരു ഇമേജ് കാണിക്കാം. അപ്പോൾ ആ ടൈപ്പ് ഡ്രസ്സിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു ഫിഗറൊക്കെ ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഫിഗറൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം പോകും, അതുകൊണ്ടാണ് നേരത്തെ വരച്ചത് കേട്ടോ. ഈ സിമ്പിൾ പരിപാടിയാണ് ഇത് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനത് നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ചെസ്റ്റ് അളവ് 32 ഇവിടെ ഞാനിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ബാലൻസ് എല്ലാ മെഷർമെൻറ്റ്സും എഴുതുന്നത്. അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തയ്ക്കുന്ന വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, അതും കൂടെ ചെയ്യാവേ. അപ്പോൾ ചെസ്റ്റ് 32 ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ചെസ്റ്റ് 32 എന്ന് പറയുന്നത് ഫുൾ റൗണ്ട് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ചെസ്റ്റ് റൗണ്ട് ആണ് 32 എന്ന് പറയുന്നത്. നമ്മളപ്പോൾ മെറ്റീരിയൽ എങ്ങനെയാണ് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ 32 ഡിവൈഡഡ് ബൈ 4 ഒരു ഭാഗം മതി, അതായത് 8. പിന്നെ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെസ്റ്റ് വരുന്നത് 32 എന്നുള്ളത് 10 നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലേ. അതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ചെസ്റ്റ് 32 നമ്മളത് 10 എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ 4 പ്ലസ് സീം വരുമ്പോഴേ. പിന്നെ ലെങ്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് 56 വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ സീം അലവൻസ് ഒരു 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് 58 ഇഞ്ചാണ് വരുന്നത്. എല്ലാ ഇഞ്ചിലാണ് കേട്ടോ പറയുന്നത്. 56 നമുക്ക് വേണ്ടത് ഇറക്കം, ഫുള്ളായിട്ടുള്ള ഇറക്കവേ. ഇനി അത് കഴിഞ്ഞിട്ട് വേസ്റ്റാണ് പറയുന്നത്. വേസ്റ്റ് റൗണ്ട് 26 ഞാനിവിടെ എടുക്കുന്ന അളവ്. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് ചെയ്ത സെയിം മെത്തേഡാണ് എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, പ്ലസ് ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 6.5 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കുമ്പോൾ 8.5 വരുന്നത് വേസ്റ്റ് കേട്ടോ. മെഷർമെൻറ്റ് ഫുൾ എഴുതിയിട്ട് ഫിഗറിലോട്ട് അത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ഷോൾഡറാണ്. ഷോൾഡർ 7 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ വേണ്ടത് അതെടുക്കുക. ആം ഹോള് വരാൻ നേരത്ത് 6.5 ഇഞ്ചസാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 3 ഇഞ്ച്. നെക്കിൻ്റെ ആ ഒരു ഓപ്പൺ ഉണ്ടല്ലോ, 3 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ആ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ ഫുള്ള് നമ്മൾ പറയില്ലേ. പിന്നെ ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്, ഇറക്കം, എത്ര ഇറക്കം വേണം ഫ്രണ്ട് നെക്കിനെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊരു 5.5 ഇവിടെ എഴുതി കൊടുക്കുന്നത്. ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്താണ്. അതും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനൊരു 2.5 വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിനൊന്നും നമ്മൾ കറക്റ്റ് ഒരു വാല്യൂ പറയേണ്ടതായിട്ടില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നെക്ക് നിങ്ങൾ കയറ്റി ഇറക്കിയൊക്കെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫിഗറിലേക്ക് വരുമ്പോൾ ബാലൻസ് കുറച്ച് മെഷർമെൻറ്റ്സും കൂടെ വരും. പിന്നെ ഈ കാണുന്ന മെഷർമെൻറ്റ്സും കൂടെ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ 4ആയിട്ട് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ചെസ്റ്റ് എവിടെയാണ് മാർക്ക് ചെയ്യുക? അതാ ഇവിടെ ആയിട്ടാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ്. ആ എക്സ്ട്രാ കുറച്ച് കൊടുത്തിട്ടുള്ളത് സീം അലവൻസ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ 8 + 2 10 അല്ലേ. അതാണ് ഈ ഫുള്ളായിട്ടുള്ളതാണ്. 2 ആണ് ഒരു എക്സ്ട്രാ ഒരു കോളം കാണുന്നത് സീം അലവൻസിന് വേണ്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഫുൾ ലെങ്ത് നോക്കാം. ഈ ഒരു ഫുള്ളായിട്ടുള്ള ലെങ്താണ് നമുക്ക് 58 വേണ്ടത്. അപ്പോൾ നമ്മളത് പീസായിട്ടാണല്ലോ ഈ ഫ്ലയേർഡ് എടുക്കുക. അപ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് പോർഷനിൽ നമ്മൾ ഒരു 15 ഇറക്കം എടുക്കുന്നത്. 15 ഇറക്കം എടുത്താലാണ് കറക്റ്റ് ആ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുക. ഇനി അതിന് നമ്മൾ അടുത്ത പോർഷനിൽ 10 എടുക്കുകയാണ്. അതിൻ്റെ താഴെ വരുന്ന പീസിലും നമ്മൾ 10 തന്നെയാണ് ലെങ്ത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 പീസാണ് വരുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ എത്രയായി? 15, 10, 20, 30. ഇപ്പോൾ ഒരു 10 കൂടെ കൊടുത്തപ്പോൾ 45. ബാലൻസ് നമുക്ക് 58 എത്രയാണ് ഉള്ളത്? 13. അപ്പോൾ ആ 13 നമ്മൾ ഏറ്റവും ലാസ്റ്റ് പീസിനും കൊടുത്തു. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 58 കിട്ടണം. അതാണ് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് കൂടിയും കുറഞ്ഞൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്തിലും അതിനനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പോൾ ഈ ഏറ്റവും ടോപ്പ് മുതൽ ഏറ്റവും താഴെ വരെ നമുക്ക് എത്ര വേണം? 58 വേണം. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. പീസായിട്ടാണല്ലോ ഈ ഡ്രസ്സ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലേ. ലെങ്ത് ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വേസ്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. വേസ്റ്റ് ഇതാ ഈ ഒരു പോർഷനാണ് വരുന്നത്. അതിൽ 6.5
പ്ലസ് 2 അല്ലേ, അപ്പോൾ 8.5 സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 8.5 ആണ് വരുന്നത്. ഇനി ഷോൾഡർ ഏറ്റവും ടോപ്പിൽ ഇതാ ഇവിടുന്ന് ഇവിടെ വരെയുള്ളതാണ് ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ചസ് കേട്ടോ. അടുത്ത് കഴിഞ്ഞിട്ട് ആം ഹോളാണ്, ഇതാ ഈ ഒരു ലെങ്താണ് ആം ഹോൾ എന്ന് പറയുന്നത് 6.5 ഞാൻ ഉള്ളിലായിട്ട് ഇതാ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി വരുന്നത് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് അല്ലേ, ഇതാ ഈ ഒരു ഓപ്പൺ ആണ് കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് 3, ആ 3 പോയിട്ട് ബാക്കി 4 ഷോൾഡറിന് വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നല്ലേ ഉള്ളൂ. ഇനി ഈ ഇറക്കമാണ് 5.5, ബാക്ക് നെക്കിൻ്റെ ഇറക്കം 2.5. അത് ഞാനവിടെ എഴുതി കോളാക്കുന്നില്ല, അപ്പോൾ ഫുൾ എഴുത്തും കുത്തും ആയിപ്പോവും ഫിഗറിൽ. നെക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതുകൊണ്ട് ഞാനതവിടെ എഴുതുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഫുൾ എഴുത്തായി പോകും, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടിട്ട് ഞാൻ എഴുതുന്നില്ലേ. ഇനി നമുക്ക് ഈ ഓരോ പീസിന് എത്ര വിട്ട് വേണം നോക്കാം. ഇവിടെ ഞാനൊരു 12 ഫുൾ ആ ഒരു വീതി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിങ്ങനെ കൂടിയാണ് വരുന്നത്, അത്രയും നമുക്ക് നല്ല ഫ്രില്ല് വരണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 24 അതിൻ്റെ നേരെ ഇരട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 12 കൂടെ കൂട്ടിയിട്ടുണ്ട്, 36 എടുത്തു. പിന്നെ നമ്മൾ 56 എടുത്തു. അപ്പോൾ ഈ ലെങ്ത് കൂടിയിട്ടാണ് വരുന്നത്, താഴത്തേക്ക് വരുന്നതോറും കൂടിയിട്ട് വരും. അപ്പോൾ നമുക്ക് നല്ല ഫ്രില്ല് കിട്ടും, ഡ്രസ്സ് നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് മാർക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നത്. ഈ ആം ഹോളൊക്കെ 2 ഫ്രണ്ടും ബാക്കും ആണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ മെഷർമെൻറ്റ്സ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് തയ്ക്കുന്ന വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് പയ്യെ അതും കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.